ഉപ്പുമുളകും സീരിയൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപ്പുമുളകും സീരിയൽ അതൊരു സീരിയലായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അതൊരു സീരീസ് പോലെ, നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലെ. അതിൻ്റെ ഉപ്പുമുളകും സീസൺ 1, 2, 3 ഇപ്പോൾ 3 ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വിജയങ്ങളായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് അതിൻ്റെ സംവിധായകരും തിരക്കഥാകൃത്തും ഒക്കെ ആ സീരിയൽ എടുത്തു വെച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ അന്ന് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. എന്നാൽ ലൈവ് അല്ല, എന്നാൽ ലൈവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വരുന്നു, ആ വീട്ടിൽ അച്ഛനും അമ്മയും 3-4 കുട്ടികളും അടങ്ങുന്ന ചെറിയ അവരുടെ പിണക്കങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അച്ഛമ്മയൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ഒരു ഇന്ന് നമ്മുടെ വീടുകളിൽ കാണാത്തത്ര ഒരു സ്നേഹവും പിണക്കവും ഒക്കെ ആയിട്ട് ആ ബാലു എന്ന ക്യാരക്ടറും നീലു എന്ന ക്യാരക്ടറും ശിവയും അങ്ങനെ കുറെ മുടിയനും അച്ഛനും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ. അതിന്റെ ഫസ്റ്റും സെക്കൻഡും 1000-ലധികം എപ്പിസോഡുകൾ പോവുകയും ജനങ്ങൾ ഹൃദയത്തോട് വല്ലാതെ ചേർത്ത് വയ്ക്കുകയും ചെയ്തൊരു സീരിയലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അതൊരു വിവാദ ചുഴിയിലേക്ക് വീണത്. ഇതിനു മുമ്പ് അതിലെ നായിക കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, അതെനിക്കൊന്ന് സീസൺ 1ന്റെ സമയത്ത് ലൈംഗിക അതിക്രമം ഉണ്ടായി സംവിധായകന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞ് അതിലെ മെയിൻ നായിക പരാതിപ്പെടുകയും അത് കുറെ വിവാദങ്ങളാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സീസണിൽ, ഈ ഉപ്പുമുളകും സീസൺ 3 അതിലെ ഒരു നായിക, അതിലെ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരുന്ന ഈ പറയപ്പെടുന്ന ബാലു എന്ന് അറിയപ്പെട്ടിരുന്ന ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും പരാതികൾ കൊടുത്തിരുന്നു. ലൈംഗിക അതിക്രമണ പരാതി. അതിൽ ശ്രീകുമാറിന്റെ വൈഫും കഴിഞ്ഞ ദിവസം വന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതൊരു കുക്ഡപ്പ് ആയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമണ പരാതിയാണ്. ഇതിൽ ഒരിക്കലും സത്യമില്ല. സത്യം തെളിയിക്കാനായിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ശ്രീകുമാറിന്റെ വൈഫ് സ്നേഹം വന്ന് വളരെ നിർഭരയായിക്കൊണ്ട് ചാനലിന് മുമ്പിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വൈകാനുള്ള കാരണം കോടതി അതിനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ അതിലെ മെയിൻ നായകനായിട്ടുള്ള ബാലു എന്ന കഥാപാത്രത്തെ അഭിനയിച്ച ബിജു സോമാൻ ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ചാനലിന് മുമ്പിൽ വന്നിരുന്നു പറയുന്നത്. അദ്ദേഹം അത് പറയുമ്പോൾ ഭയങ്കര കൂളാണ്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഒരിക്കലും അദ്ദേഹം പറയുന്നത് എനിക്കിതിനെ ഒന്നും പറയാൻ സാധിക്കില്ല, ഞാനിപ്പോൾ ലൈംഗിക അതിക്രമണം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു മോളുണ്ട്, അവരൊക്കെ എന്നെ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലുണ്ടായ ആ സീരിയലിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ശ്രീകുമാറിനെയും ഈ പറയപ്പെടുന്ന ബിജു സോപാനത്തെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം നമ്മുടെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത് ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം താൻ ഇത് ചെയ്തിട്ടില്ല എന്ന് വളരെ വേദനയോടുകൂടി, വളരെ നിർവികാരനായിട്ട്, അതായത് ഈ പറയപ്പെടുന്ന ഒരു ഷോക്കിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന പോലെ എൻ്റെ കരിയറിനൊന്നും ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ പേര്, എൻ്റെ ആത്മാർത്ഥത, ഒരു കരിയറിനോടുള്ള അല്ലെങ്കിൽ അഭിനയത്തോടുള്ള പാഷൻ കൊണ്ടാണ് അദ്ദേഹം ഇതിൽ തുടർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നാടകത്തിലാണ് അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ മാതൃകയാക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാർ വരെ ഉണ്ടെന്ന്, അവരുടെയൊക്കെ മുമ്പിൽ താൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുന്ന ഒരു കാലം വരുമെന്ന് തന്നെയാണ് ബിജു സോപാനം ആ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഈ പറയപ്പെടുന്ന കുറേയധികം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, സ്ത്രീകൾ അത് വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ധ്വനിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ന് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിയാൽ അതുടനെ ലൈംഗിക അതിക്രമമായി മാറുകയാണ്. ഇത് സത്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു കോക്കസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉപ്പുമുളകും സീരീസിന്റെ ആ ഒരു സീരീസിൽ ഒരു കോക്കസ്, അതായത് ഒരു ഗൂഢാലോചന സംഘം, പ്രത്യേകിച്ചും നല്ലതായിട്ട് നടക്കുന്ന ആൾക്കാരെ ചവിട്ടി താഴ്ത്താനുള്ള ഗൂഢാലോചന സംഘം അവിടെ പ്രവർത്തിച്ചിരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈഗോയാണ് ഈ ഒരു പരാതിയിലേക്ക് എത്തിക്കാനുള്ള കാരണമെന്നും അദ്ദേഹം ഊഹിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, പരസ്പരം ഈഗോ കലാകാരന്മാർക്ക് ഉണ്ടാകാം, പക്ഷേ അതൊരു കലാകാരന്റെ കരിയറിനെ ഇത്രയധികം ബാധിക്കത്തക്ക രീതിയിൽ ഇങ്ങനൊരു പരാതിയിലേക്ക് അവർ എത്തുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, വേദനയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിച്ച ആ ബാലു എന്ന കഥാപാത്രം അതിമനോഹരമായി ചെയ്ത അദ്ദേഹം അത് ജീവിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അഭിനയമാണ് ബാലുവിന്റെ, അല്ലേ? ബാലുവും ശ്രീകുമാർ പിന്നെ കുറേയധികം സീസൺ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ബാലുവാണ്. ബാലുവിൻ്റെയും അതോടൊപ്പം മറ്റ് ആ ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നത്. ബിജു സോപാനം പറയുന്നത് അതിക്രൂരമായ ഒരു പരിപാടിയാണ് ഈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു തക്കതായ ഒരു പ്രതിഫലം അവർക്ക് നമ്മുടെ നിയമം കൊടുക്കുമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്ന ഈ പറഞ്ഞ റീസൺ തന്നെയാണ് കോടതി പറയുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെങ്കിലും വന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ കള്ളത്തരം ചെയ്തവരെ, കള്ളക്കേസ് കൊടുത്ത ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നായികയോ ആര് തന്നെ ആയാലും തീർച്ചയായിട്ടും മറ നീക്കി നിയമം അവരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നു.